നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ കാണാം. ബഹ്റൈനിൽ ആദ്യമായി ക്രിസ്ത്യൻ നിർമ്മിതി കണ്ടെത്തി. മുഹറക്കിന് സമീപം സമാഹിജ് മേഖലയിൽ നടന്ന ഉത്ഖനനത്തിലാണ് നെസ്റ്റോറിയൻ ചർച്ചിന്റെ ഭാഗങ്ങൾ ബഹ്റൈൻ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത്. അറേബ്യൻ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ കെട്ടിടങ്ങളിൽ ഒന്നാണിതെന്ന് ഗവേഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ AD 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് കെട്ടിടമെന്നും വ്യക്തമായി. കുരിശുകളും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ബിംബസൂചനകളും ഇവിടെ നിന്ന് ലഭിച്ചു. ഗ്ലാസുകളും ചെമ്പ് നാണയങ്ങളും അടക്കം കണ്ടെത്തി. UK-യിലെ എക്സെറ്റർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിലെ പ്രൊഫസർ തിമോത്തി ഇൻസോൾ, ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസിലെ ഡോക്ടർ സൽമാൻ അൽ മഹാരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള UK ബഹ്റൈൻ സംയുക്ത സംഘമാണ് ഗവേഷണം നടത്തുന്നത്. ബഹ്റൈനിലെ നെസ്റ്റോറിയൻ സഭയുടെ ആദ്യത്തെ ഭൗതിക തെളിവാണിതെന്നും ഇക്കാലത്തെ ജനതയുടെ ജീവിത രീതികൾ, ജോലി, ആരാധന ഇവ സംബന്ധിച്ച് കൗതുകകരമായ ഉൾക്കാഴ്ചകൾ വരും ദിവസങ്ങളിലെ ഗവേഷണങ്ങളിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും പ്രൊഫസർ തിമോത്തി ഇൻസോൾ അഭിപ്രായപ്പെട്ടു. മികവുറ്റ മാധ്യമപ്രവർത്തകർക്കുള്ള ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പേരിലുള്ള 8ാമത് മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രിയുടെ രക്ഷാധികാരത്തിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരെ ആദരിച്ചത്. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും മുന്നേറ്റത്തിലും മാധ്യമപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണെന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കിരീടാവകാശി അറിയിച്ചു. അവാർഡ് ലഭിച്ച മാധ്യമപ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. മീഡിയ പേഴ്സൺ ഓഫ് ഇയറായി അഖ്ബാർ അൽ ഖലീജ് പത്രാധിപർ അൻവർ അബ്ദുറഹ്മാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച അഭിപ്രായ രൂപവത്കരണ വിഭാഗത്തിൽ നൌറ അൽ ഫൈഹാനി, മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തന മേഖലയിൽ ഐമൻ അഹമ്മദ് അലി എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. AI 3D അനിമേഷനിലൂടെ കടന്നുപോകുന്ന ആദ്യത്തെ മലയാള ഹ്രസ്വചിത്രം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ബഹ്റൈനിലുള്ള ചിത്രീകരണം പൂർത്തീകരിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഇവയെല്ലാം ഒരുമിച്ച് നിർവഹിക്കുന്ന ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ സ്ത്രീ സംവിധായക ലിനി സ്റ്റാൻലിയാണ് ലിൻസ മീഡിയയുടെ ബാനറിൽ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈൻ SNCS ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രത്തിന്റെ പൂജയിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ബഹ്റൈൻ സോപാന ഗുരു സന്തോഷ് കൈലാസ്, സാമൂഹ്യ പ്രവർത്തകനായ ചാൾസ് സാലൂക്ക, SNCS പ്രസിഡന്റ് കൃഷ്ണകുമാർ, മുതിർന്ന കഥകളി നടൻ കലാമണ്ഡലം കരുണാകരക്കുറുപ്പ് എന്നിവർ ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിച്ചു. ഈ ചലച്ചിത്ര സംരംഭത്തിന് സോപാനം ഗുരു സന്തോഷ് കൈലാസ് സ്വിച്ച് ഓൺ കർമ്മവും ചാൾസ് സാലൂക്ക ഫസ്റ്റ് ക്ലാപ്പ് നിർവഹിക്കുകയും പ്രൊഡക്ഷൻ കൺട്രോളർമാരായ സ്റ്റാൻലി തോമസ്, വിനോദ് ആറ്റിങ്ങൽ, സംവിധായിക ലിനി സ്റ്റാൻലി, ക്യാമറാമാൻ ജേക്കബ് ക്രിയേറ്റീവ് ബീസ് എന്നിവർ ചേർന്ന് ടൈറ്റിൽ റിലീസിംഗും നടത്തി. തുടർന്ന് ചിത്രത്തിന്റെ ചില ഭാഗങ്ങളുടെ ചിത്രീകരണവും നടന്നു. ബഹ്റൈനിലും നാട്ടിലും അറിയപ്പെടുന്ന റേഡിയോ, ടെലിവിഷൻ, സ്റ്റേജ് ഷോകളുടെ അവതാരകനും ചലച്ചിത്ര നാടക നടനുമായ വിനോദ് നാരായണനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായ കലാകാരി സ്മിത മാക്സോയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ചലച്ചിത്രത്തിൽ ഡോക്ടർ രാജി, സ്റ്റാൻലി തോമസ്, പ്രജോത് കൃഷ്ണ, പ്രശാന്ത് റിമിക്സ്, ചാൾസ് സാലൂക്ക, ആരോൺ സ്റ്റാൻലി, മീനാക്ഷി ഉദയൻ തുടങ്ങി 40ഓളം കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ അഭിനയിക്കുന്നു. AI 3D അനിമേഷൻ മായൻസ് VFX തിരുവനന്തപുരം, സിനിമാറ്റോഗ്രഫി ജേക്കബ് ക്രിയേറ്റീവ് ബീസ്, സംഗീതം പ്രജോത് കൃഷ്ണ, ഡാൻസ് കൊറിയോഗ്രാഫി പ്രശാന്ത് റിമിക്സ്, പോസ്റ്റർ ഡിസൈനിംഗ് ബ്ലിറ്റ്സ് മീഡിയ, മേക്കപ്പ് റോഷിത്, സ്റ്റിൽസ് കൃഷ്ണജിത്ത്, ട്രാൻസ്പോർട്ട് ഷഫീഖ് കൊല്ലം എന്നിവരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സമസ്ത ബഹ്റൈൻ അത്കദീർ ദ്വൈമാസ ക്യാമ്പയിനോടനുബന്ധിച്ച് ഏകദിന പഠനയാത്ര സംഘടിപ്പിച്ചു. സമസ്ത മനാമ ഏരിയ പവിഴദ്വീപിലെ ചരിത്രഭൂമിയിലൂടെ എന്ന ശീർഷകത്തിലാണ് ഏകദിന പഠനയാത്ര ഒരുക്കിയത്. ബഹ്റൈനിലെ ചരിത്രശേഷിപ്പുകളിൽ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പ്രാതിനിധ്യത്തെ അറിയുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു യാത്ര. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച യാത്രയ്ക്ക് SIC സൗദി നാഷണൽ കമ്മിറ്റി മെമ്പർ അറക്കൽ അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകി. ഗൾഫ് മേഖലയിലെ ആദ്യത്തെ എണ്ണക്കിണർ, ട്രീ ഓഫ് ലൈഫ്, ബഹ്റൈൻ കോട്ട, ബാർബാർ ക്ഷേത്രം, അൽ ജസ്ര ഹാൻഡിക്രാഫ്റ്റ്, ജസ്ര ഹൌസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. സമസ്ത ബഹ്റൈൻ കേന്ദ്ര നേതാക്കളായ മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ, ഫാഹിൽ ഷറഫുദ്ദീൻ മൗലവി, അബ്ദുൾ മജീദ് ചോലക്കോട്, SKSSF ബഹ്റൈൻ നേതാക്കളായ നവാസ് കുണ്ടറ, ഉമൈർ വടകര, മുഹമ്മദ് PB, സമസ്ത ജിദാലി, ഉമലസം ഏരിയ പ്രതിനിധികൾ, സമസ്ത മനാമ പ്രവർത്തകർ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു. സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ കോർഡിനേറ്റർ അഷ്റഫ് അൻവരി ചേലക്കര, മനാമ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം. All your favorite products under one roof in Bahrain.
from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് ഉംറ തീർത്ഥാടനത്തിനെത്തുന്നവർക്ക് മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇലക്ട്രിക് വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ. ഇതിന്റെ ഭാഗമായി ജർമ്മൻ കമ്പനിയായ ലിലിയം എയർ മൊബിലിറ്റിയിൽ നിന്ന് 100 ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ സൗദി അറേബ്യൻ എയർലൈൻസ് ഗ്രൂപ്പ് ഒപ്പുവച്ചു. 6 യാത്രക്കാരെയും അവരുടെ ലഗേജുകളും വഹിക്കാൻ കഴിയുന്ന ലിലിയം വിമാനത്തിന് ഒറ്റ പറക്കലിൽ 175 കിലോമീറ്റർ ദൂരം മണിക്കൂറിൽ പരമാവധി 250 കിലോമീറ്റർ വേഗതയിൽ പറന്നെത്താനാവും. കരാർ പ്രകാരം സൗദി പ്രൈവറ്റ് ഏവിയേഷൻ കമ്പനിയുടെ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ ആരംഭിക്കുന്ന 2026 അവസാനത്തോടെ ആദ്യ ബാച്ച് ഇലക്ട്രിക് വിമാനങ്ങൾ സൗദിയിലെത്തും. ഹജ്ജ് ഉംറ സീസണുകളിൽ മക്കയിലേക്കും മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് മികച്ച യാത്രാനുഭവം സമ്മാനിക്കാൻ ഇതിലൂടെ സാധിക്കും. അതോടൊപ്പം ബിസിനസ് എക്സിബിഷനുകൾ, ടൂറിസം എന്നിവയ്ക്കായുള്ള യാത്രയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാനും ഈ നൂതന വിമാനങ്ങൾക്ക് കഴിയും. സൗദി ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ സൗദി പ്രൈവറ്റ് ആണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. ഇന്ത്യയിലെ സാമ്പത്തിക നില ശക്തമെന്ന് 2023-24 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ആഗോളതലത്തിലെ വെല്ലുവിളികൾ നേരിടാൻ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശക്തമാണ്. 2020-നേക്കാൾ 20% വളർച്ച 24-ൽ കൈവരിച്ചു. വിലക്കയറ്റം നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ 4 സാമ്പത്തിക വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് പണപ്പെരുപ്പമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെച്ചു. നാളെയാണ് ബജറ്റ് അവതരണം. 3ാം മോദി സർക്കാരിന്റെ ആദ്യത്തെയും നിർമ്മല സീതാരാമൻ 7ാമത്തെയും കേന്ദ്ര ബജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള മാർഗരേഖയാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റെന്നും 2047-ലെ വികസിത് ഭാരത് എന്ന സ്വപ്നത്തിന്റെ തറക്കല്ലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബജറ്റ് സമ്മേളനം സർഗാത്മകമായിരിക്കുമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. അമൃതകാലത്തെ സുപ്രധാന ബജറ്റായിരിക്കും ഇത്. ബജറ്റ് സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ എല്ലാ ജനപ്രതിനിധികളും സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കി കേന്ദ്രം. 1966 മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കാണ് കേന്ദ്ര സർക്കാർ നീക്കിയത്. സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പ് എക്സിൽ പങ്കുവച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 58 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഒരു ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് നരേന്ദ്രമോദി സർക്കാർ നീക്കം ചെയ്യുന്നതായി BJP IT വിഭാഗം മേധാവി അമിത് മാളവിയും എക്സിലൂടെ തന്നെ പ്രതികരിച്ചു. നടപടിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് മാറ്റാത്ത വിലക്കാണ് മോദി സർക്കാർ മാറ്റിയതെന്ന് ജയറാം രമേശ് വിമർശിച്ചു. ഗാന്ധി വധത്തിന് ശേഷം 1948 സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ നിരോധിച്ചത്. തുടർന്ന് നല്ല പെരുമാറ്റത്തിന്റെ പേര് പറഞ്ഞാണ് ഈ നിരോധനം നീക്കുന്നത്. 1966 സർക്കാർ ഉദ്യോഗസ്ഥർ RSSൽ പ്രവർത്തിക്കുന്നതിന് നിരോധനം വന്നതെന്നും ജയറാം രമേശ് പറയുന്നു. ഇത് വാജ്പേയി സർക്കാർ പോലും മാറ്റിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ രോഗമുക്തി നേടി. കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത്. രാജ്യത്ത് തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് 11 പേർ മാത്രമാണ്. 97% മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത്. ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. മലപ്പുറത്തെ നിപ്പ രോഗബാധയിൽ ഉറവിടം കണ്ടെത്താനുള്ള നടപടികളുമായി ആരോഗ്യവകുപ്പ്. 14കാരനും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ കഴിച്ചതായി സ്ഥിരീകരണം. വിശദമായ പരിശോധന നടക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 350 പേരാണ് നിലവിൽ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗലക്ഷണങ്ങളുള്ളവരിൽ 4 പേർ തിരുവനന്തപുരം സ്വദേശികളും 2 പേർ പാലക്കാട് സ്വദേശികളുമാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലുടനീളം ഊർജിതമായി തുടരുകയാണ്. കേന്ദ്ര സംഘം ഇന്നലെ രാത്രിയോടെ കോഴിക്കോടെത്തി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബ് ഇന്ന് വൈകിട്ട് കോഴിക്കോടെത്തും. ഇത് കൂടുതൽ പരിശോധനകൾ നടത്താൻ സഹായകമാകും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. 14കാരന്റെ പുതിയ റൂട്ടും പുറത്തുവിട്ടു. ഈ കോൺടാക്റ്റുകൾ ശേഖരിച്ചു വരികയാണ്. കുട്ടിയും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചതായും ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ നിന്നാണോ നിപ്പ സ്ഥിരീകരിച്ചതെന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. മേഖലയിൽ മൃഗസംരക്ഷണ വകുപ്പും പരിശോധന തുടരുന്നു. കേരളത്തിൽ വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷ്. ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് മലയാളി താരം വ്യക്തമാക്കി. 36 വയസ്സിലാണ് താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. 2006 അരങ്ങേറ്റം കുറിച്ച ശ്രീജേഷ് 328 മത്സരങ്ങളിൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞു. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2 തവണ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിട്ടുമുണ്ട്. ഖേൽ രത്ന, അർജുന, പത്മശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 18 വർഷത്തിനു ശേഷം പാരീസ് ഒളിമ്പിക്സിനായി ടീം ഒരുങ്ങുമ്പോഴും ഗോൾ പോസ്റ്റിന് മുന്നിലെ വിശ്വസ്തനായി ശ്രീജേഷ് ടീമിനൊപ്പമുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.